ഹായ്, രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. റെഡിങ്ങിൽ നിന്ന് ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കാൻറ്റർബറി എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു വാക്ക് വേ കൂടെ നടക്കുവാണ്. അപ്പം അതിൻ്റെ വിഷ്വൽസൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ബ്യൂട്ടിഫുൾ വെതറാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളുമാണ്. ഇത് കണ്ടപ്പോൾ പണ്ട് മൺട്രത്തുരുത്തി പോയി വള്ളത്തിൽ മൺട്രത്തുരുത്തി വഴി പോയതാണ് എനിക്ക് ഓർമ്മ വന്നത്. കെട്ടിടങ്ങളുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റമുണ്ടെന്നേ ഉള്ളൂ. കണ്ടിട്ട് അതുപോലത്തെ ഒരു വൈബാണെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു പാർക്ക്, ചെടികളൊക്കെ ഉണ്ട്. ആപ്പിളാണ്, ആപ്പിൾ. പിയർ, പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. വരുന്ന വഴിക്ക് കണ്ടതാണേ. ഈ സൈഡിലൂടെ ആണ് യാനങ്ങളൊക്കെ പോകുന്നത്. ഇവിടെ അടുത്തൊരു ബാറുണ്ട്. അപ്പം അവിടെ നിന്ന് ഡ്രിങ്ക്സൊക്കെ മേടിച്ച് വിട്ടിരുന്ന് കഴിക്കാം, എൻജോയ് ചെയ്യാം. കനാലിലൂടെ, പാലത്തിൻ്റെ അടിയിലൂടെ ബോട്ട് അവർ പോകുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഓടി ഇപ്പുറത്ത് വന്നു. യാത്രികർക്ക് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതാണ് നമ്മൾ കേൾക്കുന്ന സൗണ്ട്. എന്ത് രസമായിട്ടുള്ള ഫ്രെയിമല്ലേ. നല്ല തെളിഞ്ഞ ദിവസമാണ്, വെയിലൊക്കെ ഉണ്ട്, മൂടിക്കെട്ടിയ അന്തരീക്ഷമൊന്നുമല്ല, നല്ല കാലാവസ്ഥ. അവരാ വള്ളം തുഴഞ്ഞ് അങ്ങനെ വരുന്ന കാണാൻ തന്നെ ഭംഗിയുണ്ട്. അവർ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും യാത്രക്കാർക്ക്. ഇവിടുത്തെ ചരിത്രവും ബാക്കി കാര്യങ്ങളെല്ലാം അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മൺട്രേ പോയപ്പം ഞങ്ങൾക്കൊരു വള്ളക്കാരനെ കിട്ടിയായിരുന്നു. പുള്ളി ഇതുപോലെയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിരുന്നു. ആ വള്ളത്തിലും വീഡിയോ എടുക്കുന്ന 1-2 പേരുണ്ട്. കണ്ടിട്ട് ഇന്ത്യക്കാരാണെന്ന് തോന്നുന്നു. അവർക്കും ബ്ലോഗിങ്ങും ഒക്കെ കാണുമായിരിക്കും. ഐഫോണിലാണ് അവർ വീഡിയോ ഒക്കെ എടുക്കുന്നത്. നല്ല വെയിലാണ്. ഞാൻ അതൊക്കെ കണ്ടിട്ട് കുറച്ച് മുന്നോട്ട് നടക്കുന്നു. നടന്നു വന്നപ്പം എത്തിയൊരു സ്ട്രീറ്റ് ആണ്. ഒരുപാട് ഷോപ്പൊക്കെയുള്ള കോഫി ഷോപ്പുകളാണ്. കോഫി ഷോപ്പും ബാറൊക്കെയാണ് ഇരുവശത്തുമായിട്ട്. സോനി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതൊരു ആർട്ട് ഷോപ്പ്. നല്ല രസമുണ്ടല്ലേ പെയിന്റിങ്സ് ഒക്കെ. Free from this shop? Yes, free from our shop. Okay. So, coffee or hot chocolate? Hot chocolate. Thank you. You're welcome. ഇതിവിടെ കാൻറ്റർബറിയിലുള്ള ചർച്ചാണ്.
നരേന്ദ്രം നിരഞ്ജനോടെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആ ചർച്ചിൽ പോകാനായിട്ട് ടിക്കറ്റ് എടുക്കണമെന്നാണ് അവർ പറയുന്നത്. ടിക്കറ്റ് എടുത്തകത്ത് കയറില്ല, ബാക്കി എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്ലാൻ. ആ സ്ട്രീറ്റിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നടക്കുവാണ് എല്ലാവരും. ഇന്നൊരു ഞായറാഴ്ച ആയിട്ടും നല്ല തിരക്കുള്ള സ്ട്രീറ്റാണ്. യാത്രക്കാരാണ് കൂടുതലും തോന്നുന്നു. അങ്ങറ്റം വരെയും നല്ല തിരക്കുണ്ട്. രണ്ട് വശങ്ങളിലുമായിട്ട് ഷോപ്പുകളാണ്. ബാറുണ്ട്, കോഫി ഷോപ്പുണ്ട്, സുവനീർ ഷോപ്പുകളുണ്ട്. ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലാണ് നരേന്ദ്ര എടുക്കുന്ന ഫോട്ടോ ഇതാണ്. റോയൽ മ്യൂസിയം ആൻഡ് ഫ്രീ ലൈബ്രറി. നരേന്ദ്ര പറയുന്നത് കണ്ടിട്ടൊരു ബ്രിട്ടീഷ് ആർക്കിടെക്ട് സ്റ്റൈലൊന്നുമില്ല ഈ കെട്ടിടത്തിൽ നിന്നാണ്. ടോപ്പ് വിൻഡോസ് ആൻഡ് ദ ടോപ്പ്. പോകുന്ന പെൺകുട്ടി തന്നിട്ട് പോയൊരു ലീഫ്ലെറ്റാണ്. ഇതിവിടെ പുതുതായിട്ട് ആരംഭിച്ചൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ആ കുട്ടിയുടെ പേരും പറഞ്ഞു. ഈ ലീഫ്ലെറ്റും കാണിച്ചാൽ നമുക്ക് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് പാനിപ്പൂരി ആൻഡ് വാട്ടേഴ്സ് പപ്പടം, പാനിപ്പൂരി പപ്പടവും കിട്ടും ഈ ലീഫ്ലെറ്റ് കാണിച്ചാൽ. ടൈം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാല്ലേ? ഓക്കെ, നോക്കാം, സമയമുണ്ടെങ്കിൽ നോക്കാം. ഇവിടെ നിന്ന് നല്ലൊരു മ്യൂസിക് ഇങ്ങനെ ഒഴുകി വരുന്നു. അത് തപ്പി നടന്നപ്പോഴാണ് കണ്ടത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇതുപോലെ മ്യൂസിഷ്യൻസൊക്കെ പെർഫോം ചെയ്യും. നമുക്ക് അവിടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാം. അവരത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ യാത്രയിലും ലണ്ടനിൽ ഒരുപാട് പേരെ ഇങ്ങനെ കണ്ടിരുന്നു. വരുന്ന വഴി കണ്ടതാണ്. കണ്ടിട്ട് വളരെ പഴയ ഒരു കെട്ടിടമാണെന്ന് തോന്നുന്നു. ഞങ്ങളൊരു ആ സിറ്റി ഏരിയ അല്ലെങ്കിൽ ആ ഒരു കടകളൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് നടക്കുവാണ്. ഓക്കെ, ഇതാണ് പ്രൈസ്. നമ്മുടെ ആ വള്ളത്തിൽ പോകുന്നതിൻ്റെ പ്രൈസ്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നു. ഇത് സിറ്റി ഓഫ് കാൻബറി വെസ്റ്റ് ഗേറ്റ് ഗാർഡൻ. നമ്മൾ നേരത്തെ കണ്ട ടൈപ്പിലുള്ള ബോട്ട് അല്ലെങ്കിൽ വള്ളമല്ല, വേറൊരു ടൈപ്പാണ്. വന്നവർ നടന്നങ്ങ് പോയി. ഞാൻ കുറച്ച് ബാക്കിലായി പോയി. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിന്നപ്പോഴത്തേക്ക് അവരെ നടന്നു പോയി. ഇതാ വെസ്റ്റ് ഗേറ്റ് ഗാർഡനകത്തൂടെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ച അതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കും ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് ഗ്രേ ഫെയർസ് ഗാർഡൻ. നടന്നു കണ്ടതാണ്. ആ വീടും ഡോറിൻ്റെ കളറൊക്കെ കാണാനായിട്ട് നല്ലൊരു ഞങ്ങളിങ്ങനെ നടന്ന് ഇവിടെ കാൻറ്റർബറി സിറ്റിയുടെ അടുത്തുള്ളൊരു ഈ കോട്ടയായിട്ടാണ് തോന്നിയത്. താഴെ ഒരു പാർക്കുണ്ട്. അതിൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് പതിയെ താഴോട്ടിറങ്ങും. ഇതാണ് സ്ഥലം.
കുറച്ച് വേസ്റ്റൊക്കെ ടൂറിസ്റ്റുകൾ ഡംപ് ചെയ്തിട്ട് പോയിക്കുന്നതാണ്. സാധാരണ ഇവിടെയുള്ള പ്ലേസുകളിലൊന്നും അങ്ങനെ ആരും ചെയ്യാത്തതാണ്. ഭയങ്കര കാറ്റ്. ഡെയിൻ ജോൺ മൗണ്ട്, ഡെയിൻ ജോൺ ഗാർഡൻ ഗാർഡനും ചെറിയ പാർക്കൊക്കെ ആയിട്ട് എനിക്ക് കണ്ടൊരു കോട്ട, ആ ഒരു വൈബാണ്. ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് പിന്നിലോട്ടും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഉണ്ട്. നമ്മളെ കൂടെ വന്നവരെല്ലാം നടന്ന് കുറച്ച് മുന്നിലോട്ട് എത്തിക്കഴിഞ്ഞു. ഡെയിൻ ജോൺ ഗാർഡൻ്റെ സൈഡിലുള്ള കാഴ്ചകൾ. നിങ്ങൾ ഈ കാണുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്, കാൻറ്റർബറി ക്രൈസ്റ്റ് ചർച്ച് യൂണിവേഴ്സിറ്റി. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിനെ സിറ്റി വാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതേ കാണുന്ന സ്റ്റേജ് കോച്ചിൻ്റെ ബസ്സുകളാണ് ഇവിടെ യാത്രക്കാർക്ക് ലോക്കലായിട്ടൊക്കെ കറങ്ങാൻ പറ്റുന്നത്. ടിക്കറ്റ് പ്രൈസ് എത്രയെന്ന് അറിഞ്ഞൂടാ, ഞാനിതുവരെ കയറിയിട്ടില്ല. ഞങ്ങൾ വീണ്ടും നടന്ന് സിറ്റി സെൻറ്റർ പോലുള്ളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സെയിൻസ്ബറിയിലോട്ടാണ് പോകുന്നത്. ഇവിടെ സിറ്റി സെൻറ്ററിൽ ഗ്രെക്സ്, മക്ഡൊണാൾഡ്സ്, നമുക്ക് അത്യാവശ്യം സാധനമൊക്കെ മേടിക്കാൻ പറ്റുന്ന ആഹാര സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഷോപ്പൊക്കെ ഉണ്ട്. പൗണ്ട് ലാൻഡ് മരങ്ങളുടെയൊക്കെ ഷെയ്ഡിൽ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നടന്ന് ക്ഷീണിക്കുമ്പം നമുക്കവിടെ ഇരിപ്പിടങ്ങളിലിരിക്കാം, ഒരു കോഫിയൊക്കെ കുടിച്ച്. ഇതെനിക്ക് തോന്നിയത് സ്റ്റാർബക്സിൻ്റെ കസ്റ്റമേഴ്സിന് ഇരിക്കാനുള്ള സ്പോട്ടാണ്. നേരിട്ട് നമ്മൾ നടന്ന് ഏകദേശം അവിടം വരെ വന്നിട്ടാണ് ഡൈവേർട്ട് ചെയ്ത് പോയത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കാൻറ്റർബറി ഒഫീഷ്യൽ വാക്കിംഗ് ടൂറാണ്. ഒരു ഗൈഡിനോടൊപ്പം നമുക്ക് നടന്നു പോവാം. അവർ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിൻ്റെ ഒരു ബാഡ്ജ് പോലെയാണ് ആ ഗൈഡിൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ കാൻറ്റർബറിയിലുള്ളൊരു വാർ മെമ്മറി സ്തൂപമാണ്. 1939-45 വാറിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഓർമ്മയ്ക്ക്. ഈ വഴിയാണ് നേരത്തെ നമ്മൾ നടന്നു പോയത്. ഈ കടയിൽ നിന്നാണ് നമുക്ക് ഫ്രീ ഹോട്ട് ചോക്ലേറ്റ് കിട്ടിയിരുന്നത്. ഇതൊരു കാർ പാർക്കാണ്. നമ്മൾ ഇവിടെ വരുമ്പം ആദ്യമേ ഒന്ന് കാർ പാർക്ക് നോക്കി അവൈലബിലിറ്റി നോക്കിയിട്ട് വരുന്നത് ബെറ്റർ ആയിരിക്കും. കാരണം ഞങ്ങൾ ആദ്യം വന്നപ്പോഴത്തേക്കും പാർക്കിംഗ് കണ്ടെത്താൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. ഞങ്ങൾ ചെയ്തത് സെയിൻസ്ബറിയിൽ കാർ പാർക്കിൽ അവിടെ കാർ പാർക്ക് ചെയ്തു. സെയിൻസ്ബറിയിൽ നിന്നൊരു മീൽ ഡീൽ മേടിച്ചു. ഒരു 2 മണിക്കൂർ നമുക്കവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. ആ 2 മണിക്കൂറിൽ ഒന്ന് കാൻറ്റർബറി ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. തിരിച്ചിപ്പം സെയിൻസ്ബറിയിലോട്ട് പോകുന്നു. കൂടുതൽ നേരം നമ്മളവിടെ പാർക്ക് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്താൽ മതി. എന്നാലും നമുക്ക് വേറെ കുറച്ച് പ്ലാനുണ്ട്, വേറെ കുറച്ച് സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യുന്നുള്ളതുകൊണ്ട് ആ ഒരു 2 മണിക്കൂറിൽ തിരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു 10 മിനിറ്റിലെത്തും. കാർ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ കാർ അവിടെ പാർക്ക് ചെയ്യാനുള്ള അലോഡ് ടൈം നമുക്ക് ഓൾറെഡി ഉണ്ട്. നമ്മുടെ നാട്ടിലെ തോട്ടിൻകരയിൽ കൂടെ നടക്കുന്ന ഫീല്. പക്ഷെ ടാറിട്ട റോഡാന്നേ ഉള്ളൂ. എല്ലായിടത്തും എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങോട്ട് പോയാൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ബോർഡുകളെല്ലാം കറക്റ്റായിട്ടുണ്ട്. അതുകൊണ്ട് മാപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് നോക്കി തന്നെ നടന്നു പോകാൻ പറ്റും. ഈ ഇത്രയും പോർഷൻ ഷൂട്ട് ചെയ്യുമ്പോഴേ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലെ ഏതോ ഒരു തോട്ട് വരമ്പേ കൂടെ നടക്കുന്ന പോലെ. You want photo? I'm the official photographer of the
ഗ്രൂപ്പ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ എടുത്തിട്ടു. ഇത് റിവർ ഗ്രേറ്റ് സ്റ്റോർ എന്നാണ് അറിയപ്പെടുന്നത്. STOUR. ചെറിയ തോടൊന്നുമല്ല, ഒരു റിവറാണത്. കുമരകത്ത് നമ്മളൊരു വാക്കിങ്ങിന് പോയപ്പം ഇതുപോലുള്ളൊരു സ്ഥലത്തൂടെ ഒരു സൈഡ് കായലും ഒരു കാടിൻ്റെയൊക്കെ ചെറിയൊരു ഫീലുള്ള സ്ഥലത്തൂടെ നമ്മൾ നടന്നു പോയി. റിവർ ഗ്രേറ്റ് സ്റ്റോർ. അങ്ങനെ ഞങ്ങൾ നടന്ന് സെയിൻസ്ബറിയുടെ പാർക്കിങ്ങിലെത്തി. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കാറിൽ യാത്ര ചെയ്തിട്ട് അടുത്തൊരു സ്ഥലത്താണ് പോകുന്നത്. കാൻറ്റർബറിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള മോർ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം, അടുത്തൊരു സ്ഥലത്തെ കുറച്ച് യാത്രയൊക്കെ ആയിട്ട്. അപ്പോൾ അതുവരെ ബൈ ബൈ.